DD Riya Vlogsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജില്ലാ മെറിറ്റ് അവാർഡ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോയിലേക്ക് പോകാം. 2023 മാർച്ചിൽ SSLC, THSSLC സംസ്ഥാന സിലബസിൽ പഠിച്ച് എല്ലാ വിഷയങ്ങളിലും A+ ഗ്രേഡ് നേടി വിജയിച്ച HSC, +2, ITI, VHSC, പോളിടെക്നിക് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റായ www.dcescholarship.kerala.gov.in എന്ന സൈറ്റിൽ ജില്ലാ മെറിറ്റ് അവാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 15/7/2024 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതകൾ: അപേക്ഷകർ 2023 മാർച്ചിൽ SSLC, THSSLC സംസ്ഥാന സിലബസിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടിയവർ ആയിരിക്കണം. അപേക്ഷകർ 2023-24 അധ്യയന വർഷത്തിൽ VHSC, HSC, +2, ITI, പോളിടെക്നിക് കോഴ്സുകളിലേക്ക് തുടർന്ന് പഠിക്കുന്നവർ ആയിരിക്കണം. 2000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നത്. അപേക്ഷകർക്ക് IFSC കോഡുള്ള ഏതെങ്കിലും ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. രക്ഷാകർത്താവുമായി ചേർന്നുള്ള മൈനർ അക്കൗണ്ട് ഉള്ളവർ സ്വന്തം പേരിൽ മാത്രമായുള്ള അക്കൗണ്ടായി മാറ്റേണ്ടതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ അക്കൗണ്ട് ലൈവ് ആയിരിക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ആധാർ നമ്പർ ലഭ്യമായിട്ടില്ലെങ്കിൽ EIT നമ്പർ നൽകിയാലും മതി. SC, ST വിഭാഗത്തിൽ പെടുന്നവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും SCERT നൽകുന്ന സ്കോളർഷിപ്പും ഒറ്റ പെൺകുട്ടിക്കായുള്ള സ്കോളർഷിപ്പും ഒഴികെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പോ ഫീസ് ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹരല്ല. അപേക്ഷകൾ ഓൺലൈനായി 15/7/2024 വരെ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി www.dcescholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ജില്ലാ മെറിറ്റ് അവാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുക. മറ്റ് സ്കോളർഷിപ്പിനായി മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സ്കോളർഷിപ്പ് പേജിൽ DMS എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. SSLC പഠിച്ച സ്കൂളിൻ്റെ ഡിസ്ട്രിക്ട്, സ്കൂൾ പേര് എന്നിവ സെലക്ട് ചെയ്യുക. ശേഷം സ്വന്തം പേര് സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. നൽകിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ വീണ്ടും സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയതിന് ശേഷം വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്തിരിക്കണം. രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ആവശ്യമായ രേഖകളും വിദ്യാർത്ഥി ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ്. സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട രേഖകൾ: അപേക്ഷകരുടെ ഫോട്ടോ പതിച്ച രജിസ്ട്രേഷൻ പ്രിൻ്റ്, THSLC, SSLC എന്നിവയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ 1-ാമത്തെ പേജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പേര്, അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം. ആധാർ കാർഡിൻ്റെ കോപ്പി. ഇത്രയും രേഖകളാണ് ആവശ്യമുള്ളത്. ഓൺലൈനായി അപേക്ഷ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 15/7/2024 ആണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിൻ്റ് മറ്റനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 15/7/2024 ആണ്. അർഹരായ എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അറിയാത്ത കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.